ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. കായ്പോള എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. ഒരു മീഡിയം സൈസാണ് 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു 4 മുട്ട, 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 25 ഉണക്കമുന്തിരി, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം അരിഞ്ഞെടുക്കാം. ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല. ചെറിയൊരു കട്ടിയിൽ നമുക്ക് ഈ പഴം മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പഴത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടുവാണെങ്കിൽ മുട്ടയുടെ അളവിൽ നമ്മൾ മാറ്റം വരുത്തണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടാകുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യണം. നെയ്യ് നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. ഇതിലേക്ക് കാഷ്യൂം കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണക്കമുന്തിരി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മുന്തിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് കുത്തി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉടയാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പഴം നന്നായിട്ട് വഴറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കുക. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാലാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ് നമുക്ക് കായ്പോള തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഞാനിവിടെ വേറൊരു പാനിൻ്റെ അകത്താണ് ഈ പാത്രം വെക്കുന്നത്. കാരണം ഇവിടെ മുട്ടയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കാരണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വേറൊരു പാനിൻ്റെ അകത്ത് ഈ പാത്രം വെച്ചിരിക്കുന്നത്. തീരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്.
ഏകദേശം ഒരു 30 മിനിറ്റോളം സമയം എടുക്കും ഇതൊന്ന് കുക്കായി വരാനായിട്ട്. കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞു. ഇത് റെഡി ആയെന്ന് അറിയാനായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വരും. ഇപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂടാതെ കൂടുതൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.